മൂന്ന് സ്ത്രീകളുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള തിരോധാനം ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കെ കസ്റ്റഡിയിലുള്ള പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടുപറമ്പിലെ പഴയ കിണർ നികത്തിയ സ്ഥലം തുറന്ന് പരിശോധിച്ചേക്കും. ചേർത്തല നഗരത്തിൽ സെബാസ്റ്റ്യന്റെ സഹോദരൻ ക്ലെമന്റിന്റെ പേരിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലവും കുഴിച്ചു പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഉപയോഗശൂന്യമായ കിണർ 3 വർഷം മുമ്പ് മണ്ണിട്ട് മൂടിയതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു പത്മനാഭൻ, ഹയറുമ്മി എന്ന ഐഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കിണറുണ്ടായിരുന്ന സ്ഥലം തുറന്ന് പരിശോധിക്കാനുള്ള ആലോചന. ഇവരെ അപായപ്പെടുത്തി മൃതദേഹമോ ശരീരാവശിഷ്ടങ്ങളോ കിണറ്റിൽ തള്ളിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാണിത്. ഉപയോഗശൂന്യമായ കിണർ വീട്ടുവളപ്പിൽ ഉണ്ടായിരുന്നെന്നും ഏതാനും വർഷം മുമ്പ് അത് മണ്ണിട്ട് മൂടിയെന്നും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് അടുപ്പമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ടെന്നും ഇവർ കൊല്ലപ്പെട്ടെന്നോ അതിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്നോ വ്യക്തമാക്കാൻ തക്ക ഒന്നും ലഭിക്കാത്തതാണ് അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്നത്. സെബാസ്റ്റ്യനുമായി ചങ്ങാത്തമുണ്ടായിരുന്ന 3 സ്ത്രീ സുഹൃത്തുക്കൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിൽ 2 പേരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ജില്ലയ്ക്ക് പുറത്തുള്ള 3ാമത്തെയാളോട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചേർത്തല ഒറ്റക്കുന്ന് സ്വദേശി സെബാസ്റ്റ്യന്റെ കുടുംബ വീട്ട് പരിസരത്തു നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത്. 2024 ഡിസംബർ 23-ന് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജെയിൻ മാത്യു എന്ന ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സെബാസ്റ്റ്യനെ കുരുക്കിയത്. 2006 മുതൽ കാണാതായ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, 2013 മെയ് 13-ന് ചേർത്തലയിൽ നിന്ന് കാണാതായ ഹയറുമ്മ എന്ന ഐഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും പുതിയ കേസിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. 2017 സെപ്റ്റംബർ 17-നാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. പരാതി ജില്ലാ പോലീസ് മേധാവി വഴി 2017 ഒക്ടോബർ 9-ന് കുത്തിയതോട് CI ഓഫീസിലെത്തി. പരാതി കൈവശം വാങ്ങി അന്ന് തന്നെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ SI ഷാജിമോന് പ്രവീൺ കൈമാറി. എന്നാൽ 70 ദിവസത്തിന് ശേഷം ഡിസംബർ 19-നാണ് 1400/2017 നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ടിട്ടത്. ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയറിട്ടിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. 2 ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിട്ടുണ്ട്.